എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. ശ്രീകൃഷ്ണ ജയന്തി സ്പെഷ്യൽ വീഡിയോ ആയതുകൊണ്ട് കൃഷ്ണ ഭഗവാനുള്ള നിവേദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹിന്ദു കലണ്ടർ പ്രകാരം ഭദ്രപദ മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ അഷ്ടമി നാളിലാണ് ജന്മാഷ്ടമി ആഘോഷിക്കുന്നത്. ശ്രീകൃഷ്ണൻ്റെ ജന്മദിവസത്തിൻ്റെ അനുസ്മരണമാണ് ജന്മാഷ്ടമി. ഈ ജന്മാഷ്ടമി ദിവസം നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഐശ്വര്യവും സമാധാനവും കൃഷ്ണ ഭഗവാൻ പ്രദാനം ചെയ്യട്ടെ. കൃഷ്ണ ഭഗവാൻ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഏവർക്കും ജന്മാഷ്ടമി ആശംസകൾ. ഇന്നത്തെ സ്പെഷ്യൽ വിഭവങ്ങൾ അവിൽ ലഡ്ഡു, അമ്പലപ്പുഴ പാൽപ്പായസം, അവിലപ്പം, ബട്ടർ മുറുക്ക്, തേൻകുഴൽ എന്നിവയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടണിലെ ആൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. ആദ്യം നമ്മൾക്ക് 10 മിനിറ്റ് കൊണ്ട് രുചികരമായ അവിൽ ലഡ്ഡു ഉണ്ടാക്കാം. ഇത് ഏത് ടൈപ്പ് അവിലിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. കട്ടി അവിലോ, നൈസായിട്ടുള്ള പരന്ന അവിലോ, മട്ട അവിലിലോ നിങ്ങൾക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. മട്ട അവിലിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അവിൽ ആദ്യം വറുത്തെടുക്കണം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു കടായി വയ്ക്കുക. കടായി ചൂടായി വരുമ്പോൾ 2 കപ്പ് അവിലിടുക. 250 ഗ്രാമിൻ്റെ 2 കപ്പിലാണ് അവിലെടുത്തിരിക്കുന്നത്. ഇനി ഇത് സിമ്മിൽ വറുക്കുക. നല്ലപോലെ ക്രിസ്പി ആവുന്നതുവരെ വറുക്കണം. ഇത് കരിയുകയോ കളർ മാറുകയോ ചെയ്യരുത്. ലേശം നെയ്യൊഴിച്ച് വേണമെങ്കിലും വറക്കാവുന്നതാണ്. അവിൽ കയ്യിലെടുത്ത് പൊട്ടിച്ചാൽ നിഷ്പ്രയാസം പൊടിഞ്ഞു വരണം. അതാണ് പാകം. ഇനി വറുത്ത അവിൽ കോരി ഒരു പേപ്പറിലേക്കിട്ട് പരത്തി തണുക്കാൻ വയ്ക്കുക. ഇനി അതേ കടായിൽ 3/4 കപ്പ് പൊരികടല, നമ്മൾ ചട്നിക്ക് ചേർക്കുന്ന കടലയില്ലേ, അതിട്ട് സിമ്മിൽ ഇതും 2-3 മിനിറ്റ് വറുക്കുക. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി നല്ലപോലെ തണുക്കാൻ വയ്ക്കാം. വീണ്ടും സെയിം പാനിൽ തന്നെ 1 സ്പൂൺ നെയ്യൊഴിച്ച് കുറച്ച് അണ്ടിപ്പരിപ്പിട്ട് വറുക്കുക. അണ്ടിപ്പരിപ്പിൻ്റെ കൂടെ നിങ്ങൾക്കിഷ്ടമുള്ള നട്ട്സോ മുന്തിരിങ്ങയും ഒക്കെ ഉപയോഗിക്കാം. അണ്ടിപ്പരിപ്പ് സിമ്മിൽ വറുക്കുക, എന്നാലേ ഉള്ള് ക്രിസ്പിയായി കിട്ടുകയുള്ളൂ. ഇനി ഇതും കോരി മാറ്റുക. ഇനി അതേ കടായിൽ 1/4 കപ്പ് നെയ്യ് ഒന്ന് ഉരുക്കിയെടുക്കുക. നെയ്യിൻ്റെ അളവ് 1/4 കപ്പ് തൊട്ട് 1/2 കപ്പ് വരെ വേണ്ടിവരും. ഇപ്പോൾ നമ്മുടെ അവിൽ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇത് മിക്സി ജാറിലിട്ട് പൊടിക്കുക. ഒരുപാട് നൈസായി പൊടിക്കേണ്ട ആവശ്യമില്ല. ലേശം തരുതരിപ്പായി പൊടിച്ചാൽ മതി. ഇനി അതേ ജാറിൽ തന്നെ വറുത്ത പൊരികടലയിടുക. ഇനി ഇതിലേക്ക് 1/3 കപ്പ് പഞ്ചസാര ചേർക്കുക. 1/4 കപ്പിന് മുകളിലും 1/2 കപ്പിന് താഴെയും ആ അളവാണ് 1/3 കപ്പ്. കൂടെ സെയിം അളവിൽ, അതായത് 1/3 കപ്പിൽ ശർക്കര പൊടിച്ചത് ചേർക്കുക. ഇനി ഇതെല്ലാം കൂടി പൊടിച്ചെടുത്ത് അവിൽ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക. വറുത്ത അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഉരുക്കിയ നെയ്യ് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. ഉരുണ്ട പിടിക്കാൻ ആവശ്യമുള്ള നെയ്യ് ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ ഒന്നിച്ച് നെയ്യ് ചേർക്കാതെ ആവശ്യമുള്ള നെയ്യ് കുറേശ്ശെ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. ലഡ്ഡു ഉരുട്ടുമ്പോൾ പൊട്ടിപ്പോയാൽ നെയ്യ് കുറച്ചുകൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഉരുട്ടിയാൽ മതി. ഇനി ഓരോ ലഡ്ഡുവും ഉരുട്ടിയെടുക്കുക. മീഡിയം സൈസിലാണ് ലഡ്ഡു തയ്യാറാക്കുന്നത്. സൈസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഈ അളവിലുള്ള അവിലിൽ നിന്നും 8 മീഡിയം സൈസിലുള്ള ലഡ്ഡുവാണ് കിട്ടിയത്. കൂടെ ഒരു കുഞ്ഞ് ലഡ്ഡുവും. ആദ്യം ഉരുട്ടുമ്പോൾ ലൂസായ പോലെ തോന്നും. ആറിയ ശേഷം കറക്റ്റ് ടെക്സ്ചറിലായി കിട്ടും. ഇത് 15 ദിവസം വരെ കേടുകൂടാതെ ഇരിക്കും. കണ്ണന് പ്രിയപ്പെട്ട അവിൽ കൊണ്ടുള്ള ലഡ്ഡു തയ്യാറായി. വളരെ ഈസിയായി ആർക്കും ഉണ്ടാക്കാൻ കഴിയുന്ന ഈ ലഡ്ഡു റെസിപ്പി ശ്രീകൃഷ്ണ ജയന്തിക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അതിരുചികരമായ അവിൽ ലഡ്ഡു കണ്ണന് നിവേദ്യമായി സമർപ്പിക്കുന്നു. ഇനി നമ്മൾക്ക് വളരെ സ്വാദിഷ്ടമായ അമ്പലപ്പുഴ പാൽപ്പായസം ഏകദേശം അതേ സ്വാദിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. പിറന്നാളിന് പായസമാണല്ലോ പ്രധാനം. മട്ടപ്പച്ചരിയിലാണ് ഇതുണ്ടാക്കുന്നത്. സാദാ പച്ചരിയിലും ഇതുണ്ടാക്കാം. പായസത്തിന് വളരെ കുറച്ച് അരി മതി. 1/4 കപ്പ് അരി ഒരു പാത്രത്തിലിട്ട് 2-3 പ്രാവശ്യം കഴുകിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളമൊഴിച്ച് 10 മിനിറ്റ് കുതിർക്കാൻ വയ്ക്കുക. കുക്കറിലാണ് നമ്മൾ പായസം തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാനും കഴിയും. ഗ്യാസും സമയവും കൂടി ലാഭിക്കാം. കുതിർത്ത അരി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ കാച്ചാത്ത പാലാണ് ഒഴിക്കുന്നത്. 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കാതെ പാൽ മാത്രം ഒഴിച്ചും ഇതുണ്ടാക്കാം. 3/4 ലിറ്റർ തൊട്ട് 1 ലിറ്റർ വരെ പാലൊഴിച്ചും ഇതുണ്ടാക്കാം. അതെല്ലാം അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പഞ്ചസാര ചേർക്കുന്നില്ല നമ്മൾ. പഞ്ചസാര ചേർത്താൽ അരി നല്ലപോലെ വെന്ത് വരില്ല.
ഒരു വിസിൽ വരെ വേവിച്ച ശേഷം അരമണിക്കൂർ ഗ്യാസ് സിമ്മിൽ വെച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. സിമ്മിൽ വയ്ക്കുമ്പോൾ പാല് കുറുകി അരി നല്ലപോലെ വെന്ത് വരും. അരമണിക്കൂർ കുക്കർ ചൂടാറാൻ വയ്ക്കുക. അതിനുശേഷം തുറന്നു നോക്കിയാൽ കാണാം അരിയെല്ലാം പാലിൽ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. മധുരത്തിന് കൽക്കണ്ട് ചേർക്കണമെങ്കിൽ ചേർക്കാം. കൽക്കണ്ട് ചേർക്കുമ്പോൾ പായസത്തിൻ്റെ സ്വാദ് കുറച്ച് വ്യത്യാസമായിരിക്കും. നല്ല രുചിയുള്ള പായസം തന്നെയാണ് കൽക്കണ്ട് ചേർക്കുമ്പോൾ കിട്ടുക. ഇന്ന് നമ്മൾ 1 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. മധുരം നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇളം മധുരത്തിലാണ് നമ്മൾ ഈ പായസം തയ്യാറാക്കുന്നത്. 1 കപ്പ് പഞ്ചസാര ചേർക്കുമ്പോൾ ഇളം മധുരത്തിലാണ് പായസം ഉണ്ടാവുക. കൂടുതൽ മധുരം വേണ്ടവർക്ക് 1.5 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഗ്യാസ് കത്തിച്ച് പായസം 5 മിനിറ്റ് തിളപ്പിക്കുക. പഞ്ചസാര അലിഞ്ഞ് നല്ലപോലെ കുറുകി വരും. ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക. ഇതിൽ 1 സ്പൂൺ ബട്ടർ വേണമെങ്കിൽ ചേർക്കാം. അതുപോലെ ഏലക്ക പൊടിച്ചതും ചേർക്കാം. ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ അമ്പലപ്പുഴ പായസം റെഡി. ഇനി ഇത് ഒരു ഉരുളിയിലേക്ക് മാറ്റാം. കണ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാൽപ്പായസം നിറഞ്ഞ ഭക്തിയോടും സ്നേഹത്തോടും കൂടി കണ്ണന് സമർപ്പിക്കാം. കുട്ടിയായിട്ടുള്ള കണ്ണൻ്റെ സങ്കല്പത്തിലാണല്ലോ നമ്മൾ പിറന്നാൾ ആഘോഷിക്കുന്നത്. ഒരമ്മയുടെ സ്നേഹവാത്സല്യത്തോടെ നമ്മൾക്കിത് കണ്ണന് സമർപ്പിക്കാം. ജന്മാഷ്ടമിക്ക് സമയമില്ലെങ്കിൽ ഈ ഒരു പ്രസാദം മാത്രം ഉണ്ടാക്കി സമർപ്പിച്ചാലും മതി. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് ജന്മാഷ്ടമി സ്പെഷ്യൽ അപ്പമാണ്. ഇത് അവിൽ കൊണ്ട് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ ഒന്നുകൂടി പ്രാധാന്യം അർഹിക്കുന്നു. തേൻകൂട് പോലെ സോഫ്റ്റായ ഈ അപ്പം ഇൻസ്റ്റൻ്റായി 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാം. ഇതിന് 1/2 കപ്പ് കട്ടിയവിൽ ഒരു പാത്രത്തിലേക്കിട്ട് കഴുകിയെടുക്കുക. ഇനി അവിൽ മുങ്ങിക്കിടക്കാൻ ആവശ്യമായ വെള്ളം മാത്രം ഒഴിച്ച് 5 മിനിറ്റ് കുതിർക്കാൻ വയ്ക്കുക. അവിൽ നല്ലപോലെ കുതിർന്നു വരട്ടെ. ഈ സമയം നമ്മൾക്ക് ശർക്കരപ്പാവ് തയ്യാറാക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാത്രം വയ്ക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് ശർക്കര പൊടിച്ചതിട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ശർക്കര അലിയിപ്പിക്കുക. പാവ് പദമൊന്നും ആവേണ്ട. ശർക്കര ഉരുകി ഒന്ന് തിളച്ചാൽ മതി. ഗ്യാസ് ഓഫ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ കുതിർക്കാൻ വെച്ച അവിൽ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു മിക്സി ജാറിൽ 1 കപ്പ് അരിപ്പൊടി ഇടുക. നൈസ് അരിപ്പൊടിയാണ് വേണ്ടത്. ആപ്പം, ഇടിയപ്പം, പത്തിരി എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന അരിമാവാണ് വേണ്ടത്. അതിനുശേഷം അവിൽ കുതിർന്ന് ഒഴിച്ചു കൊടുത്ത വെള്ളമെല്ലാം അബ്സോർബായി നല്ലപോലെ കുതിർന്ന അവിലിട്ട് കൊടുക്കുക. കട്ടി അവിലിലാണ് നമ്മളിത് ചെയ്യുന്നത്. നിങ്ങൾക്കിത് ഇഷ്ടമുള്ള അവിലിൽ ചെയ്യാം. നൈസ് അവിലോ മട്ടവിലോ ഇതിനെ യൂസ് ചെയ്യാം. ഇനി വേണ്ടത് ഫ്രഷായി ചിരവിയ തേങ്ങ 1/4 കപ്പ് ചേർക്കുക. കൂടെ 2 പഴം കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. 1 നുള്ള് ഉപ്പ് കൂടി ചേർക്കുക. മധുര വിഭവങ്ങൾക്ക് മധുരം ഒന്നുകൂടി എൻഹാൻസ് ചെയ്ത് കിട്ടാനാണ് ഉപ്പ് ചേർക്കുന്നത്. ഇനി നമ്മൾ തയ്യാറാക്കിയ ശർക്കരപ്പാനി അരിച്ച് ഒഴിക്കുക. സ്പൂൺ കൊണ്ട് എല്ലാം നന്നായി മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ ചേർത്ത അരിപ്പൊടി മിക്സിയുടെ അടിയിൽ പോയി ഒട്ടി അരയ്ക്കാൻ പ്രയാസമാവും. ആദ്യം വെള്ളം ചേർക്കാതെ ഒന്ന് അടിച്ചെടുക്കുക. അരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവിലളന്ന അതേ അളവിൽ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് അരയ്ക്കുക. മാവ് കുറച്ച് കട്ടിയിൽ റിബൺ കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് 1/4 സ്പൂൺ ചുക്കുപൊടിയും ഏലക്കപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അതിൻ്റെ ക്ലിപ്പ് എടുക്കാൻ മറന്നുപോയി. ഇനി നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് നെയ്യിൽ മൂപ്പിച്ചത് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. അതുപോലെ എള്ളും. മാവ് അരച്ച ഉടനെ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം നല്ലപോലെ പൊങ്ങിക്കിട്ടാൻ 1/4 സ്പൂൺ ആപ്പസോഡ ചേർത്ത് യോജിപ്പിക്കുക. ആപ്പസോഡ ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് 4-5 മണിക്കൂർ മാവ് പുളിപ്പിക്കാൻ വെച്ചിട്ട് അപ്പം ഉണ്ടാക്കിയാൽ മതി. നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് ഇതുണ്ടാക്കുന്നത്. ഇനി നമ്മൾക്ക് അപ്പം ചുട്ടെടുക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് അപ്പച്ചട്ടി വയ്ക്കുക. ചട്ടി ചൂടാവുമ്പോൾ ഓരോ കുഴിയിലും നെയ്യ് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. നെയ്യിന് പകരം എണ്ണയിലോ അല്ലെങ്കിൽ പകുതി നെയ്യും എണ്ണയും കൂടിയോ ചേർക്കാവുന്നതാണ്. നെയ്യ് ചൂടാകുമ്പോൾ ഗ്യാസ് സിമ്മിലേക്ക് മാറ്റി മാവ് ഓരോ കുഴിയിലും 1/4 ഭാഗം വീതം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് 3 മിനിറ്റ് വേവിക്കുക. തീയിനനുസരിച്ചാണ് അപ്പം വെന്ത് വരിക. നടുക്ക് തീ കൂടുതൽ കിട്ടുന്നത് കാരണം നടുക്കുള്ള 3 അപ്പം പെട്ടെന്ന് വെന്ത് വരും. നമ്മുടെ അപ്പമെല്ലാം നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതായത് മാത്രം മറിച്ചിടുക. നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം മാവ് വെന്ത് കളർ മാറിയിട്ടുണ്ടാവും. അങ്ങനെയുള്ളത് മാത്രം മറിച്ചിടുക. ഓരോന്നും വേവുന്നതിനനുസരിച്ച് മറിച്ചിട്ട് മൂടി വയ്ക്കുക. മൂടി തുറന്ന് വെന്ത് വന്നത് മറിച്ചിട്ട് 2 സൈഡും ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ കോരി മാറ്റാം. നെയ്യിൻ്റെ സ്വാദിൽ അവിൽ ഉണ്ണിയപ്പം റെഡി. ഉണ്ണിയപ്പം ഇഷ്ടമില്ലാത്തവർ ആരും ഉണ്ടാകില്ല. പ്രസാദമായ അവിൽ ഉണ്ണിയപ്പവും റെഡി. ഇനി രുചികരമായ ഈ നെയ്യപ്പം ഉരുളിയിലേക്ക് മാറ്റി ഭക്തിയോടെ കണ്ണന് സമർപ്പിക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് ബട്ടർ മുറുക്കും തേൻകുഴലുമാണ്. ഇതിനാവശ്യമായ സാധനങ്ങൾ ആദ്യം തയ്യാറാക്കി വയ്ക്കാം. ആദ്യം വേണ്ടത് അരിമാവാണ്. വറുത്ത അരിമാവാണ് വേണ്ടത്. അപ്പം, ഇടിയപ്പം എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് എടുക്കുന്നത്. നമ്മൾ കടയിൽ നിന്ന് മേടിച്ച അരിപ്പൊടിയാണ് എടുക്കുന്നത്.
നിങ്ങൾക്ക് വീട്ടിൽ ഉണക്കിപ്പൊടിച്ച് വറുത്ത നൈസ് അരിപ്പൊടിയിലും ഇതുണ്ടാക്കാം. പുട്ടിൻ്റെ പൊടിയിൽ ഉണ്ടാക്കരുത്, കാരണം പുട്ടിൻ്റെ പൊടി നൈസായിരിക്കില്ല, അതുകൊണ്ട് മുറുക്ക് പിഴിയാൻ കിട്ടില്ല. വറുത്ത അരിപ്പൊടിയാണെങ്കിലും അരി നല്ലപോലെ വറുക്കണം. മീഡിയം ഫ്ലെയിമിൽ 10-12 മിനിറ്റ് വറുക്കണം. നല്ലപോലെ വറുത്ത് കഴിയുമ്പോൾ വെള്ളമെല്ലാം പോയി ലൈറ്റ് വെയിറ്റ് പോലെ വറുക്കുമ്പോൾ നമ്മൾക്ക് അനുഭവപ്പെടും. മാവെടുത്ത് വരച്ചാൽ ഗ്യാപ്പില്ലാതെ വരയ്ക്കാൻ കഴിയും. വറുക്കുന്നതിന് മുമ്പുള്ള അരിമാവ് എടുത്ത് വരച്ചാൽ അവിടെ ഗ്യാപ്പ് ഉണ്ടാവും. അതുപോലെ മാവിൻ്റെ കളർ മാറാൻ പാടില്ല. 4 കപ്പ് അരിമാവാണ് വറുത്ത് വയ്ക്കുന്നത്. എല്ലാ പലഹാരങ്ങൾക്കെല്ലാം കൂടി ഒന്നിച്ചാണ് വറുത്തെടുക്കുന്നത്. വറുത്ത മാവ് ഒരു തട്ടിലേക്ക് മാറ്റി പരത്തി തണുക്കാൻ വയ്ക്കാം. അടുത്തതായി ഒരു പാനിൽ 1 കപ്പ് ഉഴുന്നിട്ട് സിമ്മിൽ വറുക്കുക. കളർ മാറാതെ നല്ലപോലെ വറുക്കുക. ഉഴുന്ന മാവിൻ്റെ വറവിനനുസരിച്ചാണ് മുറുക്കിൻ്റെ കളർ ഉണ്ടാവുക. കൂടുതൽ വറുത്താൽ മുറുക്കിൻ്റെ കളർ അതിനനുസരിച്ച് ഡാർക്കാവും. ഉഴുന്നെല്ലാം ഒരുപോലെ ചൂടായി കഴിഞ്ഞാൽ വാങ്ങി തണുക്കാൻ വയ്ക്കുക. അതേ പാനിൽ തന്നെ വെച്ചാൽ പാനിൻ്റെ ചൂടിൽ ഉഴുന്ന് ഒന്നുകൂടി ചൂടായി കരിയാൻ സാധ്യതയുണ്ട്. ഇത് നല്ലപോലെ തണുത്ത ശേഷം മിക്സി ജാറിലിട്ട് പൊടിക്കുക. പൊടിച്ച ഉഴുന്നുമാവ് നൈസ് ചല്ലടിയിലൂടെ ചലിക്കണം. ഉഴുന്നുമാവിലോ അരിമാവിലോ തരിയുണ്ടെങ്കിൽ ഉണ്ടാക്കുന്ന മുറുക്കോ ചീടയോ ഏതാണോ അത് പൊട്ടിത്തെറിക്കും. ബിഗിനേഴ്സിന് വേണ്ടിയാണ് ഇത് പറയുന്നത്. നല്ലപോലെ ഈ കാര്യം ശ്രദ്ധിക്കുക. എനിക്ക് പണ്ട് ഈ അബദ്ധം പറ്റി എണ്ണ മുഴുവൻ തെറിച്ച് ആകെ അലങ്കോലമായിട്ടുണ്ട്. കൂടാതെ മുറുക്ക് പൊട്ടിത്തെറിച്ച് ദേഹം പൊള്ളാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ബിഗിനേഴ്സ് ആദ്യം തയ്യാറാക്കിയ മാവിൽ നിന്നും ലേശമെടുത്ത് എണ്ണയിലേക്കിട്ട് പൊട്ടിത്തെറിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം ചെയ്യുക. മാവ് ചലിച്ചാൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. ഇനി നമ്മൾക്ക് മിക്സിയിൽ 1 കപ്പ് പൊരികടലയിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ച പൊരികടലയും നേരത്തെ പറഞ്ഞ പോലെ നൈസ് ചലടയിലൂടെ ചലിക്കണം. തരി ഒട്ടും പാടില്ല. അടുത്തത് വേണ്ടത് കടലമാവാണ്. കടലമാവും ചലിച്ച് മാറ്റിവെക്കുക. ചെറിയ അളവിലാണ് പലഹാരങ്ങൾ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് അതിനനുസരിച്ചാണ് മാവുകളെല്ലാം എടുത്തിരിക്കുന്നത്. കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് മാവ് ചലിച്ചെടുത്ത് വയ്ക്കുക. വറുത്ത അരിമാവും ചലിച്ച് വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ അരിമാവ്, ഉഴുന്നുമാവ്, പൊരികടലമാവ്, കടലമാവ് എന്നിവയെല്ലാം ചലിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി പെട്ടെന്ന് ഓരോ പലഹാരങ്ങളും ഉണ്ടാക്കാം. ഒരു ദിവസം തന്നെ എല്ലാം ഉണ്ടാക്കുന്നത് കൊണ്ട് ബട്ടർ മുറുക്കും തേൻകുഴലും മാത്രമാണ് ഇന്നുണ്ടാക്കുന്നത്. ഈ മാവുകൾ കൊണ്ട് ഉപ്പുചീട, മധുരച്ചീട, കൈമുറുക്ക് തുടങ്ങി നിരവധി പലഹാരങ്ങൾ ഉണ്ടാക്കാം. കഴിഞ്ഞ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തി സ്പെഷ്യൽ എപ്പിസോഡിൽ ഉപ്പുചീട, മധുരച്ചീട, കൈമുറുക്ക് എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാണാത്തവർ മിനീസ് കിച്ചണിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ കാണുമല്ലോ. ഇനി ആദ്യം നമ്മൾക്ക് ബട്ടർ മുറുക്ക് തയ്യാറാക്കാം. ഇതിനൊരു തട്ടിൽ 1 കപ്പ് അരിമാവ് ഇടുക. ഇനി 1/3 കപ്പ് കടലമാവ് ചലിച്ചത് ഇടുക. അതുപോലെ 1/3 കപ്പ് പൊരികടല പൊടിച്ച് ചലിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ജീരകം കൈകൊണ്ട് ഞെരടി ചേർക്കുക. 1/4 സ്പൂൺ കായപ്പൊടി, 1 സ്പൂൺ ഉപ്പ്, 1/2 സ്പൂൺ ഉപ്പില്ലാത്ത വെണ്ണ എന്നിവ ചേർക്കുക. സാൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ഉപ്പ് 3/4 സ്പൂൺ ചേർത്താൽ മതി. ഇനി ഇതെല്ലാം നന്നായി മിക്സ് ചെയ്യുക. ഉപ്പുപൊടിയും കട്ടിക്കായവും കുറച്ച് വെള്ളത്തിൽ അലിയിപ്പിച്ച് വേണമെങ്കിലും ചേർക്കാം. നമ്മൾ കായപ്പൊടി ആയതുകൊണ്ട് ഡയറക്റ്റായാണ് ചേർക്കുന്നത്. ഇനി കുറേശ്ശെ വെള്ളമൊഴിച്ച് സോഫ്റ്റായി കുഴയ്ക്കുക. ചപ്പാത്തി മാവിൻ്റെ പാകത്തിലാണ് മാവ് വേണ്ടത്. മാവ് ലൂസാവാനും പാടില്ല, കൂടുതൽ ടൈറ്റ് ആവാനും പാടില്ല. അതുകൊണ്ട് വെള്ളം ഒറ്റയടിക്ക് ഒഴിക്കാതെ കുറേശ്ശെയായി ചേർത്ത് കുഴയ്ക്കുക. ഇനി മാവ് കുഴയ്ക്കുമ്പോൾ ലേശം വെള്ളം പോലെ ആയാൽ പേടിക്കേണ്ട. വറുത്ത അരിമാവ് ലേശം ചേർത്ത് കുഴച്ചാൽ മതി. കുഴച്ച മാവ് തുറന്നു വയ്ക്കാതെ അടച്ചു വയ്ക്കുക. തുറന്നു വെച്ചാൽ മാവ് ഡ്രൈ ആയി പോവും. ഇനി നമ്മൾക്ക് മുറുക്ക് പൊരിക്കാനുള്ള എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് കട്ടിയുള്ള കടായോ ഉരുളിയോ വയ്ക്കുക. കുറച്ച് വായ്വട്ടമുള്ള പാത്രത്തിൽ പൊരിക്കുകയാണെങ്കിൽ കൂടുതൽ എണ്ണയിട്ട് ഒരേ സമയം വറുത്തെടുക്കാൻ കഴിയും. വറുക്കാനുള്ള പാത്രത്തിലെ വെള്ളം വറ്റിയ ശേഷം മാത്രം എണ്ണ ഒഴിക്കുക. പാത്രത്തിൽ വെള്ളമുണ്ടെങ്കിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഈ വെള്ളമുള്ളതുകൊണ്ട് എണ്ണ പൊട്ടിത്തെറിക്കും. അതൊഴിവാക്കാൻ വെള്ളം വറ്റിയ ശേഷം നിങ്ങൾക്കിഷ്ടമുള്ള എണ്ണ ഒഴിക്കുക. ഞാൻ മന്ത്ര കടലെണ്ണയാണ് വറക്കാൻ യൂസ് ചെയ്യുന്നത്. എണ്ണ പതഞ്ഞു പൊങ്ങാതിരിക്കാൻ 1 തുണ്ട് പുളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സേവനാഴിയിലോ പ്രസ്സറിലോ മുറുക്ക് പിഴിയാം. ഇവയിൽ ലേശം എണ്ണയോ നെയ്യോ പുരട്ടി കൊടുക്കുക. മുറുക്ക് ഈസിയായി പിഴിയാൻ കിട്ടും. മുള്ളുമുറുക്കിൻ്റെ അച്ചാണ് ബട്ടർ മുറുക്കിന് യൂസ് ചെയ്യുന്നത്. മാവ് പ്രസ്സറിൽ നിറയ്ക്കുക. സേവനാഴിയിലും ഇത് ചെയ്തെടുക്കാം. എണ്ണ നല്ലപോലെ ചൂടാവണം. എണ്ണ ചൂടായോ എന്നറിയാൻ ഒരു ചെറിയ പീസ് മാവെടുത്ത് എണ്ണയിലേക്കിട്ടാൽ മാവ് എണ്ണയിൽ നിന്നും ഉടനെ പൊന്തി വരികയാണെങ്കിൽ മനസ്സിലാക്കാം എണ്ണ ചൂടായി എന്ന്.
അല്ലെങ്കിൽ കൈ എണ്ണയുടെ മുകളിൽ ഇങ്ങനെ ലേശം ഉയർത്തി വെച്ചാൽ ചൂട് കൈയിലേക്ക് അടിക്കുന്നുണ്ടെങ്കിലും മനസ്സിലാക്കാം എണ്ണയുടെ ചൂടിൻ്റെ പാകം കറക്റ്റാണെന്ന്. ചൂടായ എണ്ണയിൽ നേരിട്ട് മുറുക്ക് പിഴിയുമ്പോൾ കയ്യിൽ എണ്ണയുടെ ചൂട് നല്ലപോലെ അടിക്കും. അതുകൊണ്ട് ലേശം ഉയരത്തിൽ വെച്ച് മുറുക്ക് പിഴിയുക. ഇങ്ങനെ നീളത്തിൽ പിഴിയുക. എണ്ണയിൽ ഉൾക്കൊള്ളാവുന്നത്ര മാത്രം പിഴിഞ്ഞാൽ മതി. കുത്തി നിറച്ച് ഒറ്റ ട്രിപ്പിൽ തന്നെ മുഴുവൻ വറുത്തെടുക്കാമെന്ന് വിചാരിച്ച് മുഴുവൻ മാവും എണ്ണയിലേക്ക് പിഴിയരുത്. ഇങ്ങനെ ചെയ്താൽ കറക്റ്റ് ടെക്സ്ചറിൽ മുറുക്ക് വേവില്ല. മുറുക്ക് ഇട്ടതും ഉടനെ ഇളക്കരുത്, പൊടിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 5 മിനിറ്റിന് ശേഷം മാത്രം മറിച്ചിടുക. ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് വറുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് മുറുക്ക് വറുത്താൽ കാണുമ്പോൾ മുറുക്കിൻ്റെ മുകൾ ഭാഗം ക്രിസ്പി ആയിരിക്കുമെങ്കിലും ഉള്ള് ഒട്ടും വെന്ത് കാണില്ല. സമയമെടുത്ത് സാവകാശം വറുക്കുക. ഇടയ്ക്കിടെ മറിച്ചിട്ട് കൊടുക്കുക. എണ്ണയുടെ പത അടങ്ങി മുറുക്ക് ഇളക്കുമ്പോൾ കിലുകിലാ ശബ്ദം ഉണ്ടാവും. ആ സ്റ്റേജിൽ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇങ്ങനെ മുഴുവൻ മാവിലും മുറുക്ക് തയ്യാറാക്കുക. 2 പ്രാവശ്യം ഉണ്ടാക്കാനുള്ള മാവേ നമ്മൾ കുഴച്ചിരുന്നുള്ളൂ. 1 കപ്പ് മാവിൽ നിന്നും നമ്മൾക്ക് ഈ ഒരു അളവിലാണ് മുറുക്ക് കിട്ടിയത്. നല്ല ക്രിസ്പി ടേസ്റ്റി ബട്ടർ മുറുക്ക് തയ്യാർ. ഇതുണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാം. ഈ ബട്ടർ മുറുക്ക് നമ്മൾ പറഞ്ഞ രീതിയിൽ ശ്രദ്ധിച്ച് ബിഗിനേഴ്സിന് ചെയ്യാവുന്നതാണ്. കൈയൊന്നും പൊള്ളിക്കാതെ സൂക്ഷിച്ച് ചെയ്യുക. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഭഗവാന് സമർപ്പിക്കുമ്പോഴുള്ള ഒരു മനസുഖം അതൊന്ന് വേറെ തന്നെയാണ്. ഇനി അടുത്തതായി നമ്മൾക്ക് ചെട്ടിനാട് സ്പെഷ്യൽ തേൻകുഴൽ തയ്യാറാക്കാം. ഇതിന് ഒരു തട്ടിൽ 1 കപ്പ് അരിപ്പൊടി വറുത്ത് ചലിച്ചത് ഇടുക. ഇനി ഇതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ വറുത്ത് പൊടിച്ച് ചലിച്ച ഉഴുന്നുപൊടി ചേർക്കുക. അതിനുശേഷം 1 സ്പൂൺ അൺസാൾട്ടഡ് ബട്ടർ, അതായത് ഉപ്പില്ലാത്ത വെണ്ണ ചേർക്കുക. ഇനി 1 സ്പൂൺ കറുത്ത എള്ള്, 1/4 സ്പൂൺ കായപ്പൊടി, 3/4 സ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കുക. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം വെള്ളം കുറേശ്ശെ തെളിച്ച് നല്ല സോഫ്റ്റായി കുഴയ്ക്കുക. വെള്ളം ഏകദേശം 1/2 കപ്പിനും 3/4 കപ്പിനും ഇടയ്ക്കാണ് വേണ്ടിവരിക. വെള്ളം ഒറ്റയടിക്ക് ഒഴിക്കാതെ കുറേശ്ശെ ചേർത്ത് കുഴയ്ക്കുക. നമ്മൾ എടുക്കുന്ന അരിമാവിൻ്റെ ക്വാളിറ്റിക്കും ബ്രാൻഡിനും അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരാം. ഇനി ഇത് അടച്ചു വയ്ക്കുക. സേവനാഴിയിൽ തേൻകുഴൽ അച്ചിട്ടാണ് ഇത് ഉണ്ടാക്കേണ്ടത്. 1 ദ്വാരം മാത്രമുള്ളത്, ഇതുപോലെ 3 ദ്വാരമുള്ളത് എന്നിങ്ങനെ വിവിധ തരത്തിൽ അച്ചുകളുണ്ട്. ഇതിൽ ഏതിൽ വേണമെങ്കിലും തേൻകുഴൽ ഉണ്ടാക്കാം. സേവനാഴിയിൽ ലേശം എണ്ണയോ നെയ്യോ പുരട്ടുന്നത് മാവ് ഈസിയായി പിഴിയാൻ സഹായിക്കും. ഇനി മാവ് സേവനാഴിയിൽ നിറച്ച് ഒരു തുണിയിൽ ഇങ്ങനെ പിഴിഞ്ഞു വയ്ക്കുക. ഡയറക്റ്റായി എണ്ണയിലും പിഴിയാം. കയ്യിൽ എണ്ണയുടെ ചൂട് അടിക്കാതിരിക്കാൻ ഇങ്ങനെ പിഴിഞ്ഞു വയ്ക്കുക. കൂടാതെ മാവിലുള്ള അധിക വെള്ളം തുണി വലിച്ചെടുത്തുകൊള്ളും. തുണിയിൽ മാവ് പിഴിഞ്ഞ് അരമണിക്കൂറിന് ശേഷം എണ്ണയിൽ പൊരിക്കുക. ചൂടായ എണ്ണയിലേക്ക് പിഴിഞ്ഞു വെച്ച തേൻകുഴൽ മുറുക്ക് ഓരോന്നായി സാവകാശം മെല്ലെ എണ്ണയിലേക്കിടുക. ഉടനെ ഇളക്കാതെ 3 മിനിറ്റ് വയ്ക്കുക. ഗ്യാസ് മീഡിയത്തിൽ വയ്ക്കാൻ മറക്കരുത്. 3-4 മിനിറ്റിന് ശേഷം മെല്ലെ പൊടിഞ്ഞു പോകാതെ മറിച്ചിടുക. 2 സൈഡും മൂത്ത് വരുമ്പോൾ കോരി മാറ്റാം. മുറുക്കിൻ്റെ കളർ നമ്മൾ ചേർക്കുന്ന ഉഴുന്നുമാവിനനുസരിച്ചാണ് ഉണ്ടാവുക. ഉഴുന്ന് വറക്കുന്നതിനനുസരിച്ചാണ് കളർ വൈറ്റായിട്ടോ ചുവന്നോ കിട്ടുക. വെള്ളക്കളർ തേൻകുഴലിന് ഉഴുന്ന് ലേശം വറുത്താൽ മതി. 1 ട്രിപ്പിനുള്ള തേൻകുഴലേ നമ്മൾ തയ്യാറാക്കിയ മാവിൽ നിന്ന് കിട്ടുകയുള്ളൂ. കൂടുതൽ ക്വാണ്ടിറ്റി വേണ്ടവർക്ക് അതിനനുസരിച്ച് എല്ലാ ഇൻഗ്രീഡിയൻസും കൂട്ടുക. ഇതും സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഈ സ്പെഷ്യൽ ചെട്ടിനാട് തേൻകുഴൽ നല്ല ക്രിസ്പിയും രുചിയുമുള്ളതാണ്. ഇപ്പം നമ്മൾ പലഹാരങ്ങളെല്ലാം തയ്യാറാക്കി വെച്ചു. ഇനി നമ്മൾക്ക് നമ്മുടെ കൈകൊണ്ട് തന്നെ ഒരു തുളസി മാല കെട്ടി ഭഗവാന് ചാർത്താം. കണ്ണന് പ്രിയപ്പെട്ട മാല തുളസിമാലയാണല്ലോ. വീട്ടിലുള്ള തുളസി പറിച്ച് മാലയായി കെട്ടി ഭഗവാന് നിറഞ്ഞ ഭക്തിയോടും സ്നേഹത്തോടും സമർപ്പിക്കാം. നമ്മുടെ മക്കളുടെ പിറന്നാൾ ആഘോഷിക്കുന്നത് പോലെ തന്നെ ഉണ്ണിക്കണ്ണൻ്റെ പിറന്നാളും ആഘോഷിക്കാം. ഭഗവാനെ ഏതു ഭാവത്തിൽ വേണമെങ്കിലും കാണാം. കുട്ടിയെ കാണാനാണ് എനിക്കിഷ്ടം. അതാവുമ്പോൾ സങ്കടവും ദേഷ്യവും പരിഭവവും ഒക്കെ പ്രകടിപ്പിക്കാമല്ലോ. ഇന്നത്തെ കൃഷ്ണ ജന്മാഷ്ടമി സ്പെഷ്യൽ വിഭവങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. വളരെ കുറച്ച് വിഭവങ്ങളെ ഇന്ന് തയ്യാറാക്കാൻ കഴിഞ്ഞുള്ളൂ. കൂടുതൽ വിഭവങ്ങളുടെ റെസിപ്പി കഴിഞ്ഞ 2 വർഷങ്ങളായി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ നിവേദ്യങ്ങളെല്ലാം കൃഷ്ണന് സമർപ്പിക്കാം. കണ്ണന് ഏറെ പ്രിയപ്പെട്ട വെണ്ണ കൂടി വയ്ക്കുന്നുണ്ട്. ഇന്നത്തെ എല്ലാ വിഭവങ്ങളും നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതട്ടെ. ഭഗവാന് എന്ത് സമർപ്പിക്കുന്നു എന്നതിലല്ല, എങ്ങനെ സമർപ്പിക്കുന്നു എന്നതിലാണ് കാര്യം. ഈ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ.
വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.